ഹായ്, ഞങ്ങളുടെ കന്യാകുമാരി തിരുച്ചെന്തൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് അരുൾവായ് മൊഴി വഴി നേരെ തൃപ്പരപ്പ് കള്ളിക്കാട് വഴി നെടുമങ്ങാട് വെഞ്ഞാറമൂട് ആ റൂട്ടിലാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അതിനിടയിൽ ആഹാരം കഴിക്കാനായിട്ട് നിർത്തിയതാ എൻ്റെ പേര് തന്നെ ഉള്ള ഒരു ഹോട്ടലിലാണ്. ഇത് എൻ്റെ ഹോട്ടലല്ല, പക്ഷേ ഞങ്ങൾ സ്ഥിരം വരുന്ന ഒരു സ്ഥലം. മീനൊക്കെ വളരെ വലിയ പീസായിട്ട് വെട്ടി അവയെ പൊരിക്കുന്ന രീതിയിൽ പൊരിച്ചും ഒക്കെ തരും. അവിടെ ഊണുണ്ട്, അതുപോലെ തന്നെ പഴങ്കഞ്ചിയുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ പറയുന്ന മീനിനെ അവരപ്പോഴും തന്നെ ഫ്രൈ ചെയ്ത് തരുന്നതാണ് അവിടുത്തെ ഒരു രീതി. ഇങ്ങനത്തെ ഒരുപാട് കടകളുണ്ട്. ഒരുപാട് കടകൾ നമ്മൾ ആ റൂട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പറയുന്ന അവർ ക്ലീൻ ചെയ്ത് വെച്ചേക്കും ഫിഷിനെ, ആ മീനിനെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പീസിനെ അവർ റെഡിയാക്കി മസാലയൊക്കെ പുരട്ടി നല്ല 1ാം ക്ലാസ് ഫ്രൈ ആയിട്ട് നമുക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മളങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്ചുവിൻ്റെ ഒരു മീനോട് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഓ എന്നാ ഇതും കൂടെ വേണം. മീനൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം ഇനി ഞങ്ങൾ പോകുന്നത് ഈ ഹോട്ടലിൻ്റെ പുറകുവശത്തേക്കാണ്. അവിടെ ഇരുന്നാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകത, അവിടെ ഇരുന്ന് കഴിക്കുമ്പം നമ്മൾ കാണുന്നൊരു പ്രകൃതി ദത്തമായ ഒരു വ്യൂ ഉണ്ട്. കായലും അതിൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഒരു കൂട്ടവും, അത് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഏറ്റവും പ്രത്യേകത, ഈ വെയിലാണെങ്കിൽ പോലും ഇവിടെ ഒരു വലിയ 1-2 മരങ്ങൾ നിൽപ്പുണ്ട്. അതിൻ്റെ തണലിലാണ് ഈ കാണുന്ന മേശകളെല്ലാം ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ കുറേ ദൂരം മുഴുവൻ നമുക്ക് കാണുവാനായിട്ട് പറ്റും. അതിലിതാ കുറേ ആൾക്കാർ അവിടെ പോയി നിന്ന് കാണുന്നുണ്ട്. ആ മലനിരകളുടെ കാഴ്ചയും അതുപോലെ തന്നെ കായലിൻ്റെ വ്യൂവും ഒക്കെ കണ്ട് ഇന്ന് ഇവിടെ നിന്നാണ് ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് തീരുമാനിച്ചത്. മുമ്പും ഞങ്ങൾ വന്നിട്ടുണ്ട്, ആദ്യമായിട്ടല്ല, മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ട്. അച്യുത അങ്ങോട്ട് പതുക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഞങ്ങളും ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്നും പോകണം. കിട്ടിയ അവസരം നോക്കി അവിടെ ടിക്കറ്റ് തൂക്കിയിരുന്നൊരു ഊഞ്ഞാലിൽ കയറിയതാ ഇന്ദുവും ചിപ്പിയും കൂടെ ആടുന്നുണ്ട്. ഞങ്ങൾ പതുക്കെ ഇതെല്ലാം ശേഷം താഴേക്ക് ഇറങ്ങിയാണ് ഞാനും ചിപ്പിയും ഇന്ദുവും എല്ലാവരും കൂടെ പതുക്കെ കായലിൻ്റെ വശത്തേക്ക് ഇറങ്ങും. ഇവിടെ നമുക്ക് കായലിലേക്ക് ഇറങ്ങാം, ഒരുപാടല്ല എങ്കിലും നമുക്ക് അത്യാവശ്യം കായലിൻ്റെ തൊട്ടടുത്ത് വരെ പോയി നിൽക്കാനുള്ളൊരു സൗകര്യമുണ്ട്. വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. എന്നിരുന്നാലും ആ ഒരു കാഴ്ച ഭംഗിക്ക് അതൊരു കുറവില്ല. ആഹാരം ഇത്രയും നല്ലതുപോലെ മനോഹരമായൊരു കാഴ്ച കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുന്നതിനേക്കാൾ ആസ്വാദ്യകരമായിട്ട് വേറെ എന്താണുള്ളത്. അങ്ങനെ ചിപ്പിത വെള്ളത്തിലൊക്കെ അവിടെ നിന്ന് കളിച്ച് അവിടെ നിന്ന് അതിനുശേഷം പതിയെ മുകളിലേക്ക് കയറി ഞങ്ങൾ ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾക്ക് വേണ്ട ആഹാരം സത്യം പറഞ്ഞാൽ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മീനൊക്കെ പൊരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നെട്ടാക്കുട്ട ഭാഗത്തുള്ള സായി ഹോട്ടൽ എന്ന് പറയുന്നത് എൻ്റെ പേരിൽ തന്നെയുള്ളൊരു ഹോട്ടലാണ്. എൻ്റെ ഹോട്ടലല്ല, പക്ഷേ എൻ്റെ പേരിൽ തന്നെയുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ. അതിൻ്റെ തൊട്ട് താഴെയുള്ള വ്യൂ ആണ് ഹോട്ടൽ എന്ന് പറയുന്നത്. ഈ കായലിൻ്റെ ഭാഗത്ത് ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അങ്ങനെ പതുക്കെ ഞങ്ങൾ കായലിലേക്കും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ ഫുൾ ടീമുണ്ട്. അളിയൻ അച്ചുണ്ട്, ചിപ്പിയുണ്ട്, ഇന്ദുവുണ്ട്. ഞങ്ങളെല്ലാം കൂടെ പതുക്കെ അങ്ങനെ നേരെ ഇതാക്കി അടുത്തത് എന്താണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്നുള്ളതിന് കാണിച്ചു തരാം. അങ്ങനെ ഒടുവിൽ ഞങ്ങളിതാ എടുത്തു കൊടുത്ത എല്ലാ മീനുകളും കഷ്ണങ്ങളായും മുഴുവനായും ഒക്കെ പൊരിച്ച്, ഒപ്പം കുറച്ച് മരച്ചീനി, കപ്പ അതുമൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി ഒരു മത്സരമാണ്. ആ മത്സരത്തിലേക്ക് ഞങ്ങളെല്ലാവരും കടക്കുകയാണ്. അതിനോടൊപ്പം പഴങ്കഞ്ഞിയുടെ ഒരു ചെറിയ പാത്രമാണ്. അതിൻ്റെ അനുസാരികൾ എന്ന് പറയുന്നതായിരിക്കും ശരി. അനുസാരികൾ ഇതാണ് പഴങ്കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങളിതാ കഴിക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങളും വരിക, നല്ല രുചിയേറിയ ആഹാരം കഴിക്കുക. നന്ദി.